ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി ഫാർമ. ഇന്ന് നമുക്ക് പശുക്കളുടെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഫാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10, 40, 50 പശുക്കളുള്ള ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കൾ ഒരു മാക്സിമം ഫുൾ ടൈം എന്ന് പറയാം, ഫുൾ ടൈം തൊഴുത്തിനകത്തായിരിക്കും. പശുക്കളെ വെളിയിൽ ഇറക്കി കെട്ടുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് ഇത്രയും പശുക്കളുള്ളപ്പം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പശു പ്രസവിക്കുന്ന ഒരു സമയം നമുക്കറിയാം, അതായത് പ്രസവത്തിൻ്റെതായ ഒരു ടെൻഡൻസി കാണിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം പശുക്കളെ മണ്ണിലോട്ട് ഇറക്കി കെട്ടാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു സ്ഥലം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. എല്ലാ ഫാമുകളിലും അത് അറേഞ്ച് ചെയ്യണം. പിന്നെ ചെറിയ ഒരു പശു 2 പശു വളർത്തുന്നവരെ സംബന്ധിച്ച് അത് നോക്കേണ്ട കാര്യമില്ല. അവരെ പശുക്കളെ എപ്പോഴും വെളിയിൽ അഴിച്ചു കെട്ടുന്ന പശുക്കളായിരിക്കും. അപ്പോൾ നമ്മൾ ഫാമുകളിൽ എപ്പോഴും പ്രസവിക്കാനായിട്ട് പശുക്കളെ അഴിച്ചു കെട്ടാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം എപ്പോഴും നോക്കി വെച്ചേക്കണം. ആ സ്ഥലത്ത് കെട്ടിക്കഴിഞ്ഞാൽ പശുക്കൾക്ക് പ്രസവിക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എണീറ്റ് വരാൻ വേണ്ടി എളുപ്പമാണ്. ഫാമിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങൾ തെന്നി വീഴാനുള്ള സാഹചര്യമുണ്ട്, എണീക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് വെളിയിൽ മണ്ണിലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എണീക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അതിനെ കന്നിപ്പാൽ കൊടുക്കാൻ വേണ്ടിയും പറ്റും. മാക്സിമം കന്നിപ്പാൽ കൊടുക്കുക ആ സമയത്ത് തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പശുക്കൾ പ്രസവിച്ച് കഴിയുമ്പോൾ അതിന് റീപ്ലാന്റ് പോലെയുള്ള മാച്ചിടാനുള്ള മെഡിസിനുകൾ കൊടുക്കുക. അതുപോലെ തന്നെ കാൽസ്യം ജെല്ലി കൊടുക്കുക. കാൽസ്യം ജെല്ലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കൾക്ക് പെട്ടെന്നൊരു ആരോഗ്യം കൂടുതൽ കിട്ടും. അപ്പോൾ മാച്ചിടാൻ അതുങ്ങൾക്ക് വളരെ സഹായകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 12 മണിക്കൂറിനുള്ളിൽ മാച്ച് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറ്റിനറി ഡോക്ടറെ വിളിച്ച് മാച്ച് എടുക്കുകയും അതിനുള്ള മെഡിസിനും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 8 ദിവസം കഴിയുമ്പം പശുക്കൾക്ക് വിരമരുന്ന് കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ വിരമരുന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും നമ്മുടെ ഫാം നല്ല രീതിയിൽ കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. താങ്ക്